നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 ബാധിച്ച് ബ്രിട്ടനിൽ ഒരു മലയാളിക്ക് കൂടി ജീവൻ നഷ്ടമായി. കൂത്താട്ടുകുളം സ്വദേശി സിബി മൂലപ്പറമ്പിലാണ് ഡെർബിയിൽ അന്തരിച്ചത്. 52 വയസ്സായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് ഏതാനും ദിവസമായി റോയൽ ഡെർബി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാവിലെ ആരോഗ്യസ്ഥിതി മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. സിബിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നാട്ടിലുള്ള ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. എന്നാൽ ഇന്ന് ഹൃദയാഘാതം സംഭവിക്കുകയും ഇത് മരണത്തിലേക്ക് നയിച്ചുവെന്നുമാണ് ലഭിക്കുന്ന വിവരം. ബ്രിട്ടനിൽ സർക്കാർ സർവീസിൽ നഴ്സാണ്. ഇവർക്കാണ് ആദ്യം രോഗം വന്നത്. ഭാര്യയും മക്കളും വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയുകയാണ്. 7 വർഷം മുമ്പാണ് സിബി UK പോയത്. 9 മാസം മുമ്പ് സിബിയും മക്കളും നാട്ടിൽ വന്നിരുന്നുവെന്നും ഇത്തവണത്തെ അവധിക്ക് വീണ്ടും വരണമെന്ന ആഗ്രഹം പങ്കുവച്ചാണ് തിരികെ UK പോയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം അമേരിക്കയിലും കോവിഡ്-19 ബാധിച്ച് മരിക്കുന്ന മലയാളികളുടെ എണ്ണം അനുദിനം ഉയരുകയാണ്. ഇന്ന് അമേരിക്കയിൽ 3 മലയാളികൾ കൂടി മരിച്ചു. സാമുവലിടത്തിൽ ഭാര്യ മേരി സാമുവൽ, മേരിക്കുട്ടി തോമസ് എന്നിവരാണ് മരിച്ചത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് പത്തനംതിട്ട പ്രക്കാനം സ്വദേശി സാമുവലും ഭാര്യ മേരി സാമുവലും ഫിലാഡൽഫിയയിൽ മരിച്ചത്. ന്യൂമോണിയ ബാധിച്ച് 2 ആശുപത്രികളിലായി ഇവർ ചികിത്സയിലായിരുന്നു. ഇതോടെ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് അമേരിക്കയിൽ മരിച്ച മലയാളികളുടെ എണ്ണം 28ആയി ഉയർന്നു. അതിനിടെ കോവിഡ് സ്ഥിരീകരിച്ച് മരിച്ചവരേക്കാൾ രോഗപരിശോധന നടത്താതെ മരിക്കുന്നവരാണ് അധികവും. നിലവിലുള്ള സാഹചര്യത്തിൽ രോഗം സ്ഥിരീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ അഭാവമാണ് ഇതിന് മുഖ്യ കാരണമെന്ന് ന്യൂയോർക്കിൽ താമസിക്കുന്ന പ്രവാസികളും പറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5ലധികം മലയാളികളുടെ മരണം ന്യൂയോർക്കിലും സമീപ സ്ഥലങ്ങളിലുമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കോവിഡ് സ്ഥിരീകരിച്ച് മരിച്ച ഭർത്താവും രോഗം സ്ഥിരീകരിക്കാതെ മരിച്ച ഭാര്യയും ഉൾപ്പെടും. പരിശോധനകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിൽ നിന്ന് ഇപ്പോൾ വരുന്ന കണക്കുകളേക്കാൾ ഒരുപാട് ഉയർന്നതായിരിക്കും രോഗബാധിതരുടെയും രോഗം ബാധിച്ചു മരിക്കുന്നവരുടെയും എന്ന് പ്രവാസികൾ പറയുന്നു. അതേസമയം അമേരിക്കയിൽ എത്തിയിട്ടുള്ള ഭൂരിഭാഗം മലയാളി കുടുംബങ്ങളിലെ ഒരാളെങ്കിലും നേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ രോഗം വീട്ടിലെത്തുന്നതിനുള്ള സാധ്യത വളരെയധികമാണ്. ആശുപത്രികളിൽ സുരക്ഷാ ഉപകരണങ്ങളുടെ അഭാവം രോഗം പകർന്നു കിട്ടുന്നതിന് ഇടയാക്കുന്നുവെന്നതാണ് വസ്തുത. പലയിടത്തും വേണ്ടത്ര ജീവനക്കാരില്ല. പലരും രോഗം ബാധിച്ച് വീടുകളിൽ നിരീക്ഷണത്തിലാണ്. രോഗം ബാധിച്ചവരോട് പോലും ജോലിക്കെത്താൻ പറയുന്ന സാഹചര്യവും ആശുപത്രികളിലുണ്ടെന്ന് നഴ്സുമാർ പറയുന്നു. പനി ബാധിച്ച നഴ്സുമാർക്ക് പോലും ടെസ്റ്റുകൾ നടത്താൻ സംവിധാനമില്ലാത്തതും ഇവിടുത്തെ സാഹചര്യം എത്രത്തോളം ഭീതിയുള്ളതാണെന്ന് വ്യക്തമാക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.